ഈ ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റിലൊക്കെ മീറ്റ് നല്ല ജ്യൂസിയും ടെൻഡർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. കോൺഫി ചെയ്യാന്ന് പറയും. സംഭവം ഒരു സ്ലോ കുക്ക് ചെയ്യണ മെത്തേഡാണ്. ഞാനിത് എന്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ തന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്താലോ? ലെറ്റ്സ് ഗോ. ഞാൻ അന്ന് താറാവും മപ്പാസ് ഉണ്ടാക്കിയപ്പോൾ മാറ്റി വെച്ച് 2 പീസ് താറാവിന്റെ ബ്രസ്റ്റും ലെഗ് പീസും ഉണ്ടാണ് എടുത്തേക്കുന്നത്. ഇതൊരു പേപ്പർ ടവൽ വെച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഒരു കാസറോളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാൻ നേരത്തെ തന്നെ ഇടാൻ നോക്കണം കേട്ടോ. ഓരോ സൈഡും ഓരോ ടീസ്പൂൺ ഉപ്പ് ചെയ്ത് ഇട്ടിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. 3 കാശ്മീരി മുളക് കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ താറാവ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത് താറാവിന്റെ തന്നെ ഫാറ്റിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ഇതൊരു എക്സ്പെരിമെന്റ് നടത്തി നോക്കിയതാണ് കേട്ടോ. ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 230 ഡിഗ്രി ഫാരൻഹൈറ്റിൽ കറക്റ്റ് 4 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതേ സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് നോക്കിയാൽ തന്നെ അറിയാം മീറ്റ് ഒക്കെ നല്ല അടർന്നു പോണ രീതിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ ഇതെല്ലാം ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റിയിട്ട് ആ ഓയിലൊക്കെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് നേരെ ബ്ലെൻഡറിലേക്ക് ഇട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് 3 ടേബിൾ സ്പൂൺ ആ കോൺഫി ചെയ്ത ഓയിൽ പകുതി നാരങ്ങയുടെ നീരൂട്ട് അടിച്ച് ഇതേപോലത്തെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡക്കിന്റെ മേളിൽ തേച്ച് കൊടുക്കാം കേട്ടോ. 2 സൈഡ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് 400 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 15 മിനിറ്റ് ഓവനിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയുള്ള സംഭവം പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊരു ഇറ്റാലിയൻ ബ്രെഡിന്റെ അകത്ത് നമ്മളുണ്ടാക്കിയ പേസ്റ്റ് ഇട്ടിട്ട് ആ ഡക്ക് ബ്രസ്റ്റും 1 സ്ലൈസ് മോസറല്ല ചീസും വെച്ചിട്ട് ആ ചീസ് ഒന്ന് ടോർച്ച് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചൊരു കടി അങ്ങോട്ട് കടിച്ചു. എന്റെ മോനെ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. അടിപൊളി കേട്ടോ. ആ സാൻഡ്വിച്ചിന്റെ അകത്ത് നല്ല അർഗുള്ള ലെറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ചും കൂടെ അടിപൊളി ആയിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.